പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഡിസംബർ 6-ന് കൊടിയേറും. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഡിസംബർ 6-ന് കൊടിയേറും. 42 പ്രസിദ്ധന്തിമാർ ചേർന്ന് നടത്തുന്ന തിരുനാൾ നാടിന്റെ ആഘോഷമായി മാറുകയാണ്. ഡിസംബർ 6-ന് വൈകിട്ട് 5-ന് ദിവ്യബലി, തുടർന്ന് വികാരി റവറന്റ് ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തിരുനാൾ ദിനമായ 8-ന് രാവിലെ 6-നും 7:30-നും വിശുദ്ധ കുർബാന, 10-ന് ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാന എന്നിവ നടക്കും. ഫാദർ ജോയ് പാക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആൻഡോ പുതുവ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് ദിവ്യബലിയും തുടർന്ന് ആഘോഷമായ പട്ടണ പ്രദക്ഷിണവും നടക്കും. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന പ്രദക്ഷിണം തെക്ക് വടക്ക് കുരിശടികൾ ചുറ്റി ദേവാലയത്തിൽ സമാപിക്കും. നമുക്കറിയാം, ഈ മുട്ടപ്പള്ളിയിലെ തിരുനാളുകൾ ഒരുപാട് തിരുനാളുകളുള്ളൊരു പള്ളിയാണ് മുട്ടപ്പള്ളി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഡിസംബർ മാസത്തിൽ നടക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ. ഡിസംബർ 8-ാം തീയതിയാണ് ആ തിരുനാളിൻ്റെ ദിവസം. അത് ഈ വർഷം കൃത്യമായിട്ട് തന്നെ 6, 7, 8 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. ആ തിരുനാൾ എല്ലാ വർഷവും നടത്തുന്നത് അതിന് മുമ്പായിട്ട് തന്നെ 9 ദിവസത്തെ പ്രത്യേക നൊവേനയും കർമ്മങ്ങളോടുകൂടിയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ 28-ാം തീയതി അതിൻ്റെ നൊവേനകൾ നമ്മൾ തുടങ്ങി. അത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആണ് അതിൻ്റെ കുർബാന, വൈകുന്നേരത്തെ കുർബാന. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കുടിയേറ്റം നടത്തുന്നത്. ആ കുടിയേറ്റത്തിന് മുമ്പായിട്ട് ഇത്തവണ 42ഓളം പ്രസിദ്ധന്മാരാണ് തിരുനാളെ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് ശേഷം പ്രസിദ്ധന്മാർ ദർശനമായിട്ട് കുടിമരത്തിൻ്റെ അവിടെ വന്ന് ആഘോഷമായിട്ടാണ് കുടിയേറ്റ കർമ്മം നടത്തുക. ആ കുടിയേറ്റ കർമ്മം കഴിഞ്ഞിട്ട് അന്ന് മുൻവർഷങ്ങളിൽ ഇല്ലാത്ത ഒരു പരിപാടിയാണ്. ഇതൊരു കലാപരിപാടി വെച്ചിട്ടുണ്ട്. ആ കലാപരിപാടി ഒരു ക്രൈസ്തവ ദർശനം നൽകുന്ന ഒരു കലാപരിപാടിയാണ്. സംഗീതജ്ഞനായ റവറന്റ് ഡോക്ടർ പോൾ പൂവത്തിക്കൽ CMI, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം മ്യൂസിക് PhD എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ചേതന നാട്യ അക്കാദമി എന്നൊരു സ്ഥാപനമുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻ്ററാണ്. അവിടെ സംഗീതം, മറ്റ് കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ ഡയറക്ടറാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്വർഗാനുഭവ നോട്ടീസിലുണ്ട് ഒരു പരിപാടിയുണ്ട്. അതിൽ അച്ഛൻ ക്രൈസ്തവ സംഗീത കച്ചേരി നടത്തും ഒരു കുറച്ച് സമയം. ബാക്കിയുള്ള സമയം ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള വിവിധ പരിപാടികളായിട്ടുള്ള ഒരു പരിപാടിയാണത് നടത്തുന്നത്. അപ്പോൾ അത് കുടിയേറ്റം കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വെച്ച് നടത്തുന്ന പരിപാടിയാണ്. പിറ്റേ ദിവസം ശനിയാഴ്ച തിരുനാളിൻ്റെ തലേ ദിവസം പതിവുള്ളതുപോലെ വൈകുന്നേരമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ. വൈകുന്നേരം 5 മണിക്ക് കുർബാന, അതിനുശേഷം അടുത്ത വർഷത്തേക്കുള്ള പ്രസിദ്ധന്തിയുടെ വാഴ്ചയും വേസ്പരയും കാര്യങ്ങളൊക്കെയാണ് അന്ന് നടക്കുക.